പ്രേമം, ശത്രുത, അസൂയ ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ഹൃദയത്തിനകത്ത് തന്നെ ഭയത്തിനും ഒരു സ്ഥാനമുണ്ട്. നന്മകളും തിന്മകളും എല്ലാം തന്നെ ഹൃദയത്തിൽ നിന്ന് സമയാസമയങ്ങളിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ തിന്മകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ സ്വാഭാവികമായൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. നന്മകൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആത്മാഭിമാനവും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ ഭയം അത് വളരെ വിചിത്രമായൊരു ശക്തിയാണ്. ഭയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും ആധാരം. അതേ ഭയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അധോഗതിക്കും ആധാരം. അതായത് നിങ്ങൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നതിനോട് ഭയമുള്ളവരായി മാറുകയാണെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് പാപം ചെയ്യുന്നതിനോട് ഭയമില്ലാതെയായാൽ നിങ്ങൾ ധാരാളം പാപം ചെയ്യുകയും അതിലൂടെ സ്വന്തം ജീവിതത്തെ അധോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഭയം ഒരിക്കലും ഒരു തെറ്റല്ല. ഭയം മോശമായ കാര്യമേ അല്ല. എന്നാൽ നിങ്ങൾ എന്തിനെ ഭയക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഭയക്കേണ്ടാത്ത കാര്യങ്ങളെ ഭയക്കുകയും ഭയക്കേണ്ട കാര്യങ്ങളെ ഭയക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് അധോഗതി സംഭവിക്കുന്നത്. ഭയമല്ല നിങ്ങളുടെ ജീവിതത്തിന് സമസ്യ ഉണ്ടാക്കുന്നത്. ഭയം എന്തിനോടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സമൂഹത്തിനോട് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ സമൂഹത്തിന് നാശമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ എപ്പോഴും സ്വയം തടയപ്പെടുന്നതാണ്. തൻ്റെ മിത്രങ്ങളോ ബന്ധുക്കളോ നഷ്ടമാകുമോ എന്ന ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടിയുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തെ ഒരു നിഷ്ഠയിലൂടെ നിങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അധ്യാപകനോടുള്ള ഭയം കാരണത്താൽ ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുന്നതിൽ വളരെ മിടുക്കനായി മാറുവാനും സാധ്യതയുണ്ട്. ജീവനെ ഭയമുള്ളത് കാരണത്താൽ നിങ്ങൾ അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുവാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഭയം നിങ്ങൾക്ക് പല ഘട്ടങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരമായി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഭയം നിങ്ങളുടെ കയ്യിലുള്ള ഒരു അസ്ത്രം തന്നെയാണ്. അത് നിങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ജീവിതത്തിനെ സന്മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയും നിങ്ങളെ സഹായിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലല്ലാതെ നിങ്ങളുടെ പ്രവൃത്തികളിലും നിങ്ങളുടെ പ്രയത്നങ്ങളിലും നിങ്ങളുടെ ഭാവിയിലും നിങ്ങൾ ഭയം കൊണ്ടു നടക്കുകയാണെങ്കിൽ അപ്പോൾ ഭയം നിങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നതായിരിക്കും. അതിനാൽ നിങ്ങൾ എന്തിനെയാണ് ഭയക്കേണ്ടതെന്നും എന്തിനോട് ഭയം ആവശ്യമില്ല എന്നും ആദ്യം ചിന്തനം ചെയ്യേണ്ടതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രയത്നങ്ങളിലും നിങ്ങളുടെ വിശ്വാസത്തിലും നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ ഭാവിയിലും ഭയം കൊണ്ടു നടക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലും സ്വഭാവ വൈകല്യങ്ങളിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും ബന്ധങ്ങളിലുമെല്ലാം നന്മ മാത്രം സംഭവിക്കണമെന്നുള്ള രീതിയിൽ ഒരു ഭയം എപ്പോഴും കൊണ്ടു നടക്കുകയും വേണം. ഇത്തരത്തിൽ ഭയത്തെ ഉപയോഗിക്കുവാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഭയം നിങ്ങളുടെ മിത്രമായി മാറും. അല്ലെങ്കിൽ ഭയം നിങ്ങളെ നശിപ്പിച്ചു കളയുന്നതായിരിക്കും. ചിന്തനം ചെയ്തു നോക്കൂ. കൃഷ്ണ 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 കൃഷ്ണ